ഹോ, ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. രാത്രിയിൽ ഇനി ഒരുറക്കം കഴിഞ്ഞാലും ചൂട് കാരണം എണീറ്റിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഫാൻ ഇട്ടാലും ചൂട് കാറ്റാണ് വരുന്നത്. വല്ലാത്തൊരവസ്ഥയാണല്ലേ ഇപ്പോൾ. ഇനി കറണ്ട് പോവുകയും കൂടി ചെയ്താൽ പിന്നെ എന്താ അവസ്ഥയെന്ന് പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമുക്കിപ്പോൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രിയായാലും ഈ ചൂടിന് ഒട്ടും കുറവില്ല അല്ലേ? ഇന്നലത്തെക്കാളും ചൂട് കൂടുതലായിട്ടാണ് നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നത്. ഇനി പകൽ സമയത്ത് കുളിക്കാനും മുഖം കഴുകാനുമൊക്കെ ഒന്ന് ടാപ്പ് തുറന്നാലോ? നല്ല ചൂട് വെള്ളമാണ് കിട്ടുന്നത് അല്ലേ? അതേപോലെ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ സമയത്ത് പുറത്ത് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ചുട്ടുപൊള്ളുന്ന ഈ വേനൽ ചൂട് നമ്മുടെ ചർമ്മത്തെയും ആരോഗ്യത്തെയും വളരെയധികം ദോഷകരമായി ബാധിക്കും. വെറും ഒരു വേനൽക്കാലം എന്നതിലുപരി സൂര്യാഘാതം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളെ നമ്മൾ നേരിടേണ്ടി വരുന്ന സമയം കൂടി ആണിത്. ചൂടുള്ള വേനൽക്കാല ദിനങ്ങളിൽ വീടിന് പുറത്തു പോവുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം ആണല്ലേ? ഇനി വീട്ടിലിരുന്നാലോ? അപ്പോഴും നമ്മൾ വല്ലാണ്ട് വിയർത്തു കുളിക്കുന്ന സിറ്റുവേഷനും വന്നു വരാം. ഈ ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥ മുതിർന്നവരെ മാത്രമല്ല, അതിലും കൂടുതലായി കുട്ടികളെയും ബാധിക്കുന്നുണ്ട്. ഈ ചൂടിനെ അതിജീവിക്കാനും ആരോഗ്യം നിലനിർത്താനുമായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനായുള്ള ചില വഴികളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കാണണേ. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണ് നമുക്ക് ഈ അവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം. നമ്പർ 1, ധാരാളം വെള്ളം കുടിക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ? ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്തുക എന്നതാണ് ഈ ഒരു വേനൽക്കാലത്തെ ചൂടിനെ അതിജീവിക്കാനുള്ള ലളിതമായ വഴി. നമ്മുടെ ശരീരത്തിന്റെ 60% മുതൽ 70% ഭാഗം വരെ വെള്ളമാണ്. ചൂട് കൂടുമ്പോൾ ശരീരത്തിൽ നിന്നും ജലാംശം വേഗത്തിൽ നഷ്ടപ്പെടും. ഈ ജലാംശമാണ് നമ്മുടെ ശരീരത്തെ കൂളാക്കി നിർത്തുന്നതും. അതുകൊണ്ട് ദാഹമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നതാണ്. അല്ലാതെ ദാഹിച്ചാൽ മാത്രമേ വെള്ളം കുടിക്കൂ എന്നൊന്നും ഇല്ല. പ്രത്യേകിച്ച് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ചായയും കാപ്പിയും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ഇളനീർ, മോരും വെള്ളം എന്നിവയും കഴിക്കുന്നത് ഈ ചൂട് സമയത്ത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്കൊക്കെ ഉള്ള ഒരു ശീലമാണ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉടൻ തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തണുത്ത വെള്ളമെടുത്ത് കുടിക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് വെയിലത്തുനിന്ന് കയറി വന്ന ഉടനെ തന്നെ തണുത്ത വെള്ളമെടുത്ത് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഇനി നമ്പർ 2, ചൂടുകാലത്തെ ഭക്ഷണശീലങ്ങൾ. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമാണ് ഈ ചൂടുകാലത്ത് കഴിക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ കഴിക്കുന്ന ചിലയിനം ഭക്ഷണങ്ങൾ നമുക്ക് കൂടുതലായി ചൂട് തോന്നിപ്പിക്കുന്നതിന് കാരണമാവും. കഞ്ഞിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ പച്ചക്കറികളും ഇലക്കറികളുമൊക്കെ നിർബന്ധമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിന് യാതൊരു മടുപ്പും നിങ്ങൾ വിചാരിക്കരുത്. അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളും കൂടുതലായി കഴിക്കാൻ ശ്രമിക്കുക. ഇനി എന്തൊക്കെയാണ് ഈ സമയത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് നോക്കാം. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണവും അമിത മസാലകളും കുറയ്ക്കുക. നമ്പർ 3, വെയിൽ ഏൽക്കുന്നത് ഒഴിവാക്കുക. നേരിട്ടുള്ള വെയിൽ ഏൽക്കാതിരിക്കുക. നമ്മൾ പുറത്തു പോകുമ്പോൾ കുട, തൊപ്പി, സൺഗ്ലാസ് എന്നിവ മറക്കാതെ ഉപയോഗിക്കുക. 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ വെയിൽ ഏറ്റവും കഠിനമായിരിക്കും. ഈ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളോ യാത്രകളോ പരമാവധി ഒഴിവാക്കുക. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടൊക്കെ പോവാൻ ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ കാര്യം, വസ്ത്രധാരണത്തിൽ ശ്രദ്ധ. കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചൂട് കൂടാൻ ഇടയാക്കും എന്ന് ഓർക്കുക. നമ്പർ 5, സൂര്യാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുക. നേരത്തെ പറഞ്ഞതുപോലെ 11 മണി മുതൽ 3 മണി വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഈ സമയത്താണ് സൂര്യാഘാതം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക. അമിത ക്ഷീണം ഉണ്ടാവും, തലകറക്കം, കടുത്ത തലവേദന,
തൊലിപ്പുറത്ത് ചുവന്ന നിറം വരിക, ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ ഒട്ടും വൈകാതെ തണലത്തേക്ക് മാറുകയും ശരീരം തണുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ദിവസവും 2 നേരം കുളിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചൂട് പുറത്തേക്ക് പോകത്തക്ക രീതിയിൽ വീടിൻ്റെ വാതിലുകളും ജനാലകളും തുറന്നിടാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണല്ലേ ചൂട് കാരണം രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. ഫാൻ ഇട്ടൊക്കെ കിടന്നാൽ പോലും നമ്മുടെ കഴുത്തിന്റെ പുറകിലും ചുറ്റുമൊക്കെ വിയർത്ത് തന്നെ ഇരിക്കും. ഫാനിൽ നിന്ന് നല്ല ചൂട് കാറ്റാണല്ലേ കിട്ടുന്നത്. രാത്രിയിൽ കിടന്നാൽ ഉടനെ ഉറങ്ങുക എന്ന് പറയുന്നത് വലിയ പാടാണല്ലേ. തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ പോലും ഉറക്കം കിട്ടുന്നില്ല. എന്നാൽ രാത്രിയിൽ കിടക്കും മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരീരത്തെ പെട്ടെന്ന് കൂളാക്കി രാത്രിയിൽ വേഗം കിടന്നുറങ്ങാനായിട്ട് നമുക്ക് കഴിയും. രാത്രിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ കാരണമാവുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ പരമാവധി മധുരം ചേർത്ത സാധനങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചസാര ചേർത്ത സാധനങ്ങൾ, ജ്യൂസ് ഐറ്റംസ്, അതേപോലെ മസാല ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിതമായി എണ്ണ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കരുത്. മസാല, കുരുമുളക് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് കൂടുന്നതിന് കാരണമാകും. രാത്രിയിൽ ഒരു 7 മണിക്ക് മുൻപായി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിച്ചാല്, പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ട് കിടന്നാല് നന്നായി ഉറങ്ങാൻ സാധിക്കും. ഇനി കിടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പെങ്കിലും കുളിച്ചിട്ട് കിടക്കുന്നത് സുഖമായി കിടന്നുറങ്ങുവാൻ നമ്മളെ സഹായിക്കും. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് മുകളിൽ നിന്നുള്ള സീലിംഗ് ഫാനിനേക്കാൾ സൈഡിൽ നിന്നുള്ള ടേബിൾ ഫാൻ ആണ് കൂടുതൽ നല്ലത്. സീലിംഗ് ഫാൻ ഇടുന്ന സമയത്ത് രാത്രിയിൽ ചൂടായി കിടക്കുന്ന നമ്മുടെ കോൺക്രീറ്റിന്റെ തട്ടിൽ നിന്നും ഹീറ്റ് താഴോട്ട് വരുന്നതിനും ഫാനിൽ നിന്ന് ചൂട് കാറ്റ് വരുന്നതിനും കാരണമാകുന്നു. രണ്ടാമത്, AC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മിതമായ ടെമ്പറേച്ചറിൽ AC ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചൂട് പരമാവധി എത്തുമ്പോൾ ഉള്ള ഉച്ച സമയത്തെ പാചകം ഒഴിവാക്കുക. ഈ സമയത്തെ അടുപ്പിന്റെ ചൂടുകൂടി ആവുമ്പോൾ ഇത് നമുക്ക് കൂടുതൽ ക്ഷീണം തോന്നിപ്പിക്കും. ദൂരെ യാത്രയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശ്രമം എടുത്തുകൊണ്ടും ആവശ്യത്തിന് വെള്ളം കുടിച്ചുകൊണ്ടും യാത്ര തുടരുക. പ്രത്യേകിച്ച് ഇങ്ങനെ പുറത്തേക്ക് യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ശീലമാണ് തണുത്ത പാക്കറ്റ് ജ്യൂസുകളും എനർജി ഡ്രിങ്കുകളും മറ്റ് തണുത്ത വെള്ളവുമൊക്കെ വാങ്ങിച്ചു കുടിക്കുക എന്നുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ളതൊക്കെ ഈ വേനൽക്കാലത്ത് ഒഴിവാക്കുക. പകരം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. ഡീഹൈഡ്രേഷനൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. യാത്ര ചെയ്യുമ്പോൾ പരമാവധി തിളപ്പിച്ചാറിച്ച വെള്ളം കയ്യിൽ കരുതുവാൻ ശ്രദ്ധിക്കുക. ചൂട് കൂടി വരുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അല്പം ശ്രദ്ധിച്ചാൽ ഈ വേനൽക്കാലത്തെ നമുക്ക് സുരക്ഷിതമായി തന്നെ മറികടക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.